നമസ്കാരം. ശ്രീ CP രാധാകൃഷ്ണൻജി ഭാരതത്തിൻ്റെ ഉപരാഷ്ട്രപതി. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നേരുന്നു, നന്മകൾ ആശംസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കർത്തവ്യത്തിൽ പൂർണ്ണ വ്യാപൃതനായി രാജ്യത്തെ സേവിക്കുവാൻ കഴിയട്ടെ. എല്ലാ തരത്തിലുള്ള പിന്തുണയും രാജ്യം അദ്ദേഹത്തിന് നൽകട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. അദ്ദേഹം ശരിക്കും അപ്രതീക്ഷിതമായ ഒരു വോട്ടിംഗ് സംവിധാനമാണ് അവിടെ ഉണ്ടായത്. അതായത് അദ്ദേഹത്തിന് കൂടുതൽ വോട്ടുകൾ ലഭിച്ചു. അദ്ദേഹത്തിന്റെ മുന്നണിയിലെ അംഗങ്ങൾ കൂടാതെ വേറെ പലരും അദ്ദേഹത്തിന് വോട്ട് ചെയ്തു എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ സഹിതം പത്രങ്ങളിൽ വരെ വന്നു കഴിഞ്ഞു. കോൺഗ്രസുകാർ വോട്ട് ചെയ്തു, രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് വോട്ട് ചെയ്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മളതൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല. എന്നാൽ പോലും ഇവരുടെ ഇന്ത്യ മുന്നണിയിലെ പലരും ഉദ്ധവ് താക്കറെ വിഭാഗം കാലുമാറി, അവര് മാറി, ഇവര് മാറി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെയായാലും അദ്ദേഹത്തിന് വൻപിച്ച വിജയമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ ഹൃദയം തുറന്ന് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേർന്നുകൊള്ളുന്നു. അതിനിടയിൽ ഒരു വാർത്ത വന്നു. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് സർക്കാർ വോട്ട് മറിക്കാൻ ശ്രമിച്ചു, ഭരണവും പണവും സ്വാധീനവും ഉപയോഗിക്കാൻ ശ്രമം നടന്നു എന്ന് പറയുന്നത് വേറെ ആരുമല്ല, നമ്മുടെ വാർ റൂം മുതലാളി KC വേണുഗോപാലാണ്. ഈ രാഹുൽ ഗാന്ധിക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് KC എന്നാണ് കേൾക്കുന്നത്. ഈ കോൺഗ്രസിനുള്ളിൽ ആൾക്കാർ ചാടിപ്പോയെങ്കിൽ, അല്ലെങ്കിൽ ആൾക്കാർ പോയി ഇദ്ദേഹത്തിന് വോട്ട് ചെയ്തെങ്കിൽ, CP രാധാകൃഷ്ണൻജിക്ക് വോട്ട് ചെയ്തെങ്കിൽ അതിന്റെ പിടിപ്പുകേട് തീർച്ചയായിട്ടും കോൺഗ്രസിന് തന്നെയാണ്. സ്വന്തം മുന്നണിയിലെ അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയിലെ പോരായ്മകൾ മറച്ചു പിടിച്ചിട്ട് BJP വോട്ട് മറിക്കാൻ ശ്രമം നടത്തി, പണം കൊടുത്തു. എന്തൊരു മണ്ടത്തരമാണ് പറയുന്നത്. ഈ രാജ്യസഭയിലും ലോക്സഭയിലുമായിട്ട് ഇത്രയധികം അംഗങ്ങളുള്ള, വ്യക്തമായ ഭൂരിപക്ഷമുള്ള നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് BJP നേതൃത്വം കൊടുക്കുന്ന മുന്നണിക്ക് വോട്ട് മറിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഒരു വോട്ടിന്റെ കൂടുതലുണ്ടെങ്കിൽ പോലും ജയിക്കും. അപ്പൊ പിന്നെ ഈ വോട്ട് മറിച്ചു എന്ന് പറയുന്നത് എന്ത് വെളിവുകേടാണ്. ഈ കുറ്റാരോപണങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിക്കാം, പക്ഷെ അതിനൊക്കെ ഒരു അടിസ്ഥാനം വേണ്ടേ? അതിന് ബൗദ്ധികമായ അല്ലെങ്കിൽ ചിന്താപരമായ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? അല്ലെങ്കിൽ ഒരു വ്യക്തത വേണ്ടേ? ഇതാണ് കോൺഗ്രസിന്റെ കുഴപ്പം, കോൺഗ്രസ് നേതാക്കളുടെയും കുഴപ്പം ഇതാണ്. വ്യക്തമായ ആരോപണം ഉന്നയിക്കാനോ ഒരു കാര്യം പറഞ്ഞ് സമർത്ഥിക്കാനോ ഇവർക്ക് ആർക്കും അറിയില്ല. ഇവർക്ക് അതിനുള്ള സോഴ്സ് ഇല്ല, മാത്രമല്ല സത്യവുമല്ല. കള്ളം പറഞ്ഞ് സമർത്ഥിച്ച് ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ പകലാണ്, ഇത് രാത്രിയാണ് എന്ന് പറഞ്ഞ് ഞാൻ സമർത്ഥിച്ച് ഇത് രാത്രിയാണ് എന്ന് വരുത്തി തീർക്കണമെങ്കിൽ എന്നെ കൊണ്ട് വലിയ പാടാണ്, നടക്കില്ല. കാരണം ഇത് പകലാണ്, രാത്രിയല്ല. ഞാൻ എത്ര സമർത്ഥിച്ചാലും എന്തൊക്കെ ശാസ്ത്രീയമായിട്ട് നിരത്തിയാലും ഇപ്പോൾ പകൽ സമയമാണ്, ഇത് രാത്രിയല്ല. ഇതാണ് കോൺഗ്രസിന്റെ കുഴപ്പം. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ, അത് പഠിക്കാതെ, അത് വിശകലനം ചെയ്യാതെ ഓരോന്ന് വിളിച്ചു പറയും. ഇതാണ് ഈ മണ്ടത്തരം രാഹുൽ ഗാന്ധിക്കും പറഞ്ഞു കൊടുക്കുന്നത്. ഇതാണ്. അയാളാണെങ്കിൽ യാതൊരു നിലവാരവുമില്ലാതെ ഓരോന്ന് വിളിച്ച് പറയുകയും ചെയ്യും. ഒരു എഴുത്ത് കണ്ടു, ഇയാളാണ് മൂത്ത പൊട്ടന് ബുദ്ധി ഉപദേശിക്കുന്നത്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും MP-മാർ മാത്രം. പിന്നെ അവിടെ എന്തിന് തിരിമറി നടത്താനാണ്? കോൺഗ്രസ് പാർട്ടിയിലുള്ളവർ മറിച്ച് കുത്താതെ ശ്രമിച്ചാൽ മതി. ഈ വേണുവിനെ ഡൽഹിയിൽ നിന്ന് എടുത്ത് കളയാതെ കോൺഗ്രസ് രക്ഷപ്പെടില്ല. വേണു തന്നെ ആയിരിക്കും രാഹുലിനെ മലേഷ്യക്ക് പറഞ്ഞു വിട്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സർക്കാസ്റ്റിക് ആയിട്ടുള്ള പോസ്റ്റാണ്. എന്തൊക്കെയായാലും ഇത് വോട്ട് മറിച്ചു എന്ന് പറയുന്ന ആരോപണം ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോഴും സത്യം പറഞ്ഞാൽ BJPക്ക് ചിരിയാണ് വരുന്നത്. ഭാരതീയ ജനതാ പാർട്ടിക്കും പ്രധാനമന്ത്രിക്കും ഒക്കെ വലിയ ചിരിയാണ് വരുന്നത്. എന്തായാലും ശ്രീ CP രാധാകൃഷ്ണൻജിയെ ഹൃദയം തുറന്ന് അഭിനന്ദിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ആലിംഗനം ചെയ്ത്, അദ്ദേഹത്തെ പൊന്നാട അണിയിച്ച്, അദ്ദേഹത്തിന് പൂക്കൾ നൽകി, അദ്ദേഹത്തെ ആദരിച്ചു. അതെ, ഇതാ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ശ്രീ CP രാധാകൃഷ്ണൻജി. തമിഴ്നാട് സ്വദേശിയാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായുള്ള നിസ്വാർത്ഥ പ്രവർത്തകനാണ്, രാജ്യസേവകനാണ്, ജനസേവകനാണ്, സമാജസേവകനാണ്. സമൂഹത്തിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുകൾക്കിടയിലും തമിഴ്നാട്ടിലൊക്കെ സംഘം ഉയർത്തിക്കൊണ്ടുവരാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളും ഒക്കെ അനുഭവിച്ച ഒരു മഹത് വ്യക്തി കൂടിയാണ് ശ്രീ CP രാധാകൃഷ്ണൻജി. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു, പ്രാർത്ഥനകളും നേരുന്നു. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര.
കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.